വലിച്ചഴിച്ചും മൂക്കിൽ നിന്നും ചോരൊലിച്ചും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയപ്പോൾ നരേന്ദ്രമോദി ഉള്ളിൽ അട്ടഹസിച്ചിട്ടുണ്ടാകും. പക്ഷേ അയാളുടെ ആ അട്ടഹാസത്തിനും അഹങ്കാരത്തിനും മേൽ പടവാൾ ഉയർത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്നിവിടെ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വില്ലനായും പ്രതിപക്ഷ നേതാവ് നായകനായും മാറാൻ പോകുന്ന കാഴ്ചയാണ് ഇനി രാജ്യം കാണാൻ പോകുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന മാരകമായ ആയുധങ്ങൾ കൊണ്ട് അവരെ അടിച്ചമർത്തുന്ന, തെറ്റ് ചെയ്യുന്നവരെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി വേണ്ട എന്ന് ഈ രാജ്യം സാക്ഷ്യപ്പെടുത്താൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ തുടക്കം മുതൽ തെളിവുകൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി പോരാടിയപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നടിച്ച മോദിയുടെ വീട്ടിൽ കയറിയാണ് ഇന്നലെ അദ്ദേഹം അടിച്ചത്. CJP പ്രതിഷേധത്തിലേക്ക് ഇരച്ചുകയറിയ പോലീസിനെ വട്ടം പിടിച്ച രാഹുൽ ഗാന്ധിയെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്താണ് ഈ രാജ്യത്തുണ്ടായത്? തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ? രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ന് തുറന്നു കാണിച്ചത് യഥാർത്ഥ BJPയുടെ കപട മുഖം തന്നെയാണ്. വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യം മോദിയുടെ ആ 56 ഇഞ്ച് നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുകയാണ്. CJP പ്രതിഷേധത്തോട് പോലീസ് കാണിച്ച നരനായാട്ടിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ പ്രസ് മീറ്റ് ആരംഭിച്ചത്. ഒരുപക്ഷെ രാഹുൽ വോട്ട് ചോരിയെക്കുറിച്ച് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതുപോലെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇതിലുണ്ടാകുമോ എന്ന ടെൻഷനിലാണ് BJP ക്യാമ്പ്. 10 വർഷത്തിനിടയ്ക്ക് 152 പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. 7.5 കോടി വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചു. പക്ഷെ കുറ്റക്കാരെ ഒരാളെ പോലും ശിക്ഷിക്കാതെ അവരെ അരിയിട്ട് വാഴിക്കുകയാണ് കേന്ദ്രം. ഒരു കൂട്ടം ആളുകൾ വിദ്യാർത്ഥികളുടെ ജീവിതം തകർക്കുകയാണ്. ഇത് പറഞ്ഞ രാഹുൽ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആദ്യത്തെ ആവശ്യമെങ്കിൽ രണ്ടാമത്തേത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് നരേന്ദ്രമോദി പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിരിക്കണമെന്നാണ്. കൂടാതെ ഇന്നലെ നടത്തിയ പോലീസ് ആക്രമണത്തിലുണ്ടായ സകല ആളുകൾക്കെതിരെയും നടപടി വേണമെന്നും, അങ്ങനെ ഈ രാജ്യത്തെ യുവാക്കളുടെ രക്തം കുടിക്കുന്ന രക്തരക്ഷസായി വിലസിയിട്ട് മോദിയും കൂട്ടരും അങ്ങനെ സുഖിക്കേണ്ട എന്നാണ് രാഹുൽ അടിവരയിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ് മീറ്റിന്റെ ചില ഭാഗങ്ങൾ ചേർക്കുന്നുണ്ട്, കാണാം. बंदूक से फायर किया गया और इसके शरीर में जो आपको दिख रहे हैं ये बंदूक के छर्रे हैं. ये देखिए बेटा किस तरीके से मार रहे हैं. ये लाठी चार्ज देख सकते हैं आप यहाँ पर. So we are 100% in agreement with what every single student is feeling, what every single student is doing, and there must be some consequences to what has been done some days ago. It is not their fault, and so they have some demands. What are their demands? The first demand, completely legitimate demand, is that Mr. Dharmendra Pradhan, who has failed as an education minister, who is known to be corrupt, should be relieved of his duties. 100% legitimate demand. Nothing wrong with it. He has shown India and the world that he is incapable of running this system. Exam leaks are happening one after the other. So this is a completely legitimate demand. Second demand, every single person who raised a finger on our students, and it doesn't matter who he is, the people who ordered it and the people who executed it should be made accountable. And the third thing is that the man who is running this entire system, the man who is finally accountable to all this, should have the decency to apologize to the students for what has happened.
These are not complicated things. These are not difficult things. This gentleman, Mr. Dharmendra Pradhan, has literally destroyed India's biggest asset. What used to be called our success, what used to be called the best thing India has, our education system, has been wiped out. And so we fully support these demands, and we fully support every single student who is on the streets. Thank you. अब कुछ सवाल जवाब हिंदी में कर दो, हिंदी में कर देता हूं। कुछ दिनों से देश के स्टूडेंट्स एजिटेशन कर रहे हैं, गुस्से में हैं, पीसफुल प्रोटेस्ट कर रहे हैं। इसके कारण है, पहला कारण जो हमारा एजुकेशन सिस्टम है, जो पूरी दुनिया में मशहूर हुआ करता था एज ए ग्रेट एजुकेशन सिस्टम, वो अब रिग्ड एजुकेशन सिस्टम है। कितना रिग्ड है वो किसी को नहीं मालूम। सुपरफिशियली दिख रहा है कि 152 पेपर लीक हुए हैं पिछले 10 साल में। सच्चाई नहीं मालूम, क्योंकि ये 300 भी हो सकता है। हुए हैं पिछले 10 साल में। सच्चाई नहीं मालूम, क्योंकि ये 300 भी हो सकता है। क्योंकि बहुत सारी बार पेपर लीक हो गया, किसी को पता भी नहीं लगा होगा, वो भी हो सकता है। बट जो हमें मालूम है 152, 152, 3, 4, 5 साल के लिए, और फिर लास्ट मिनट उन्हें बताया जाता है, देखिए जिनके पास पैसा है, 40 लाख रुपए जिनके पास है, 50 लाख रुपए जिनके पास है, वो पेपर खरीद सकते हैं। आपकी ईमानदारी का, आपकी मेहनत का कोई मतलब नहीं है। उनको 152 बार पिछले 10 साल में भी ये बताया गया है। साढ़े 7 करोड़ परिवारों को, स्टूडेंट्स और परिवारों को पेपर लीक ने डैमेज किया है। और स्टूडेंट ये सवाल पूछ रहे हैं, पेपर लीक होता है, 7.5 करोड़ युवाओं का नुकसान होता है, मगर पिछले 10 साल में एक भी कन्विक्शन नहीं हुआ, एक भी व्यक्ति का कन्विक्शन नहीं हुआ, 0। तो ये पहला कारण है। दूसरा कारण कि जो हमारा एजुकेशन सिस्टम है, यह अनअफोर्डेबल है। मिडिल क्लास के लिए, गरीबों के लिए यह सिस्टम अनअफोर्डेबल है। जितना पैसा हिंदुस्तान की सरकार अपने एजुकेशन बजट में डालती है हर साल, उतना पैसा एक नीट एग्जाम के लिए, जो स्टूडेंट्स एग्जाम लेते हैं और उनके परिवार, उतना पैसा देते हैं। आप सोचिए, सरकार पूरे देश से टैक्स लेती है, जीएसटी, इनकम टैक्स सारा लेती है, और फिर कहती है देखिए ये जो पूरा टैक्स हमने लिया है आपसे, इससे हम 1.4 लाख करोड़ रुपए शिक्षा में डालेंगे। और फिर हिंदुस्तान का एजुकेशन सिस्टम कहता है इन परिवारों से कि आपसे हम 1.32 लाख करोड़ रुपए सिर्फ नीट एग्जाम लेने के लिए लेंगे।
This is an insult to every single student in this country. This is an insult to every single family in this country. और ये कौन लोग हैं? ये मिडिल क्लास गरीब लोग हैं. ये अमीर लोगों का प्रॉब्लम नहीं है. It's an insult to every single student in this country. It's an insult to every single family in this country. और ये कौन लोग हैं? ये मिडिल क्लास गरीब लोग हैं. ये अमीर लोगों का प्रॉब्लम नहीं है. ये कॉर्पोरेट हाउसेस का, अदानी अंबानी का प्रॉब्लम नहीं है. ये मिडिल क्लास और गरीबों का प्रॉब्लम है. तो ये है दूसरा कारण. और तीसरा सबसे बड़ा कारण, एजुकेशन के बाद जो होना चाहिए, आप इंजीनियर बन गए, डॉक्टर बन गए, लॉयर बन गए, उसके बाद देश की कमिटमेंट होनी चाहिए कि हम आपको जॉब देंगे, रोजगार देंगे, फ्यूचर देंगे.